എല്ലാവർക്കും നമസ്കാരം. ഹല നീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് നല്ല കിടിലം ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മുരിങ്ങക്കായ വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി. മുരിങ്ങക്കായ വെച്ച് ഇതുപോലെ ഉണ്ടാക്കാത്തവർ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തത്, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇതാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. ഞാനിവിടെ മുരിങ്ങക്കായയുടെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മുരിങ്ങയുടെ കറിയൊക്കെ വെക്കുമ്പോഴുള്ള ആ ഒരു വലിപ്പത്തിലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം നേരെ പകുതിയായി കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മസാലകൾ നമുക്ക് തയ്യാറാക്കി എടുക്കണം. ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് നേരെ പകുതിയാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യണം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. തക്കാളിയൊക്കെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ച ഈ മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു മുന്നേ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് മിക്സ് ചെയ്ത് വെച്ച മുരിങ്ങക്കായ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലായി കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലായി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കാത്തവർ എന്തായാലും ഇതുണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.